പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൂടിനും നോമ്പിനും ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ഒന്ന് കാണാം. അതിനായി ഒരു ക്യാരറ്റ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. ഞാനിപ്പം 2 ഗ്ലാസ് അളവിലാണ് എടുക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വേണമെങ്കിൽ ക്യാരറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് എടുത്താൽ മതി. അരിഞ്ഞെടുത്ത ഈ ക്യാരറ്റ് മുഴുവൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ക്യാരറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങി കിട്ടും. ഇത് വെന്ത് വരുമ്പോഴത്തേക്കിന് കസ്കസ് എന്ന് കുതിർത്തെടുക്കണം. ഈ ഒരു കസ്കസിന് പകരം വെയിറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിയ സീഡ്സ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ക്യാരറ്റ് നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനിയും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പുതിനയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു ക്യാരറ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കണം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടെ മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഏത് ഗ്ലാസ്സിലേക്കാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്കസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ സിമ്പിൾ ആൻഡ് ഹെൽത്തിയായ ഒരു ക്യാരറ്റ് ലെമണേഡിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് ഇത് കുടിക്കാനായിട്ട്. എല്ലാവരും ഈ ഒരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്